ഹരി ഓം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 21. ഗോപാംഗനമാരോടൊപ്പം കൃഷ്ണന്റെ രാസലീല. അഭിമാനികളായ ഗോപികമാരെയും ശേഷം രാധയെയും കൃഷ്ണൻ ഉപേക്ഷിക്കുന്നു. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു: രമണീയമായ കുമുദവനത്തിലെ ലതകളും വൃക്ഷങ്ങളും നിറഞ്ഞ ഉപവനത്തിലൂടെ വിഹരിച്ചുകൊണ്ട് കൃഷ്ണനും രാധയും മറ്റ് ഗോപികമാരും കാമവനത്തിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു പർവ്വതത്തിന് മുകളിൽ ഭഗവാൻ മധുരസ്വരത്തിൽ വേണുഗാനം ആലപിച്ചു. അതു കേട്ടപ്പോൾ ഗോപസ്ത്രീകൾ കാമാസക്തരായി. ആകാശത്തിലെ ദേവസ്ത്രീകളും അപ്സരസുകളും മോഹത്തിൽ വീണ് കാമാനാരുക്തകളായി. നദികളിലെയും തടാകങ്ങളിലെയും ജലം നിശ്ചലമായി. ഭഗവാൻ കൃഷ്ണൻ നന്ദീശ്വരത്തും ബൃഹത്സാനു തടത്തിലും രാസലീല നടത്തി. ആ സമയത്ത് ഗോപികമാർ അവരുടെ സൗഭാഗ്യം ഓർത്ത് അഹങ്കരിച്ചു. അഹങ്കാരത്തിൽപ്പെട്ട ഗോപികമാരെ കൃഷ്ണൻ അവിടെ തന്നെ ഉപേക്ഷിച്ച് രാധയോടൊപ്പം അപ്രത്യക്ഷനായി. കൃഷ്ണന്റെ അഭാവത്താൽ ഗോപികമാർക്ക് അത്യധികം വിരഹവേദന അനുഭവപ്പെട്ടു. ഭഗവാനെ ഓർത്ത് അവർ കരഞ്ഞുകൊണ്ട് അങ്ങുമിങ്ങും ഓടി നടന്നു. ഗോപികമാർ ചെറിയ സംഘങ്ങളായി പിരിഞ്ഞുകൊണ്ട് ലതകളോടും വൃക്ഷങ്ങളോടും മറ്റും തങ്ങളുടെ പ്രിയതമനായ കൃഷ്ണനെ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അലഞ്ഞു നടന്നു. അവരുടെ മനസ്സ് ശ്രീകൃഷ്ണന്റെ ചരണാരവിന്ദത്തിൽ ഉറച്ചു നിന്നിരുന്നു. അങ്ങനെ അവർക്ക് കാനനത്തിലെ മണലിൽ ഭഗവാന്റെ കാൽപ്പാടുകൾ ദർശിക്കാൻ സാധിച്ചു. അപ്പോൾ ബഹുലാശ്വൻ ചോദിച്ചു: അല്ലയോ നാരദ മഹർഷി, ഭഗവാൻ കൃഷ്ണൻ മറ്റുള്ള ഗോപികമാരെ ഉപേക്ഷിച്ച് ശ്രീ രാധയോടൊപ്പം എവിടേക്കാണ് പോയത്? ശേഷം അവർക്ക് എങ്ങനെ ഭഗവാന്റെ ദർശനം സാധ്യമായി? ദയവായി എനിക്ക് പറഞ്ഞു തന്നാലും. ശ്രീ നാരദൻ പറഞ്ഞു: കൃഷ്ണൻ സങ്കേത വടവൃക്ഷച്ചുവട്ടിൽ രാധയുടെ മുടിക്കെട്ടിൽ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചും മറ്റും രസിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ രസിച്ചുകൊണ്ട് അവർ രണ്ടുപേരും ഭാദ്രവനം, ഖദിരവനം, ബിൽവവനം, കോകിലവനം എന്നീ വനങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഗോപികമാരും ഭഗവാന്റെ കാൽപ്പാടുകൾ പിന്തുടരവേ അവർക്ക് മറ്റൊരാളുടെ കാൽപ്പാടുകൾ കൂടി ഉള്ളതായി മനസ്സിലായി. കൃഷ്ണൻ രാധയെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഗോപികമാർക്ക് ഉറപ്പായി. കൃഷ്ണന്റെ പാദാരവിന്ദങ്ങൾ പിന്തുടർന്ന് ഗോപികമാർ കോകിലവനത്തിൽ ചെന്നെത്തി. ആ ഗോപികമാരുടെ ശബ്ദം കേട്ടപ്പോൾ കൃഷ്ണൻ രാധയോട് ഇപ്രകാരം പറഞ്ഞു: ഗോപികമാർ ഇവിടെ എത്തിക്കഴിഞ്ഞു. അവർ രാധയെയും കൂടെ കൊണ്ടുപോകും. അതിനാൽ ഇവിടെ നിന്നും ഉടനെ പുറപ്പെടണം. എന്നാൽ രൂപം, യൗവനം, ചാതുര്യം, ശീലം എന്നിവയാൽ അഹങ്കരിച്ച രാധികാദേവി ഭഗവാനോട് ഇങ്ങനെ മറുപടി നൽകി: അല്ലയോ കൃഷ്ണ, ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്നും പുറത്തിറങ്ങാറില്ല. എന്നാൽ ഇന്ന് വളരെയധികം ദൂരം നടന്നു കഴിഞ്ഞു. ഞാൻ വളരെയധികം ക്ഷീണിതയാണ്. സുന്ദരിയായ ഞാൻ മുഴുവനും വിയർത്തു. അതുകൊണ്ട് എനിക്ക് ഒട്ടും നടക്കാൻ സാധിക്കില്ല. ഇതു കേട്ട് ഭഗവാൻ രാധയ്ക്ക് തന്റെ പീതാംബരം കൊണ്ട് വീശിക്കൊടുത്തു. രാധയുടെ കൈ പിടിച്ചിട്ട് മെല്ലെ നടക്കാനും പറഞ്ഞു. ഭഗവാൻ എത്ര പറഞ്ഞിട്ടും രാധ ഒരടി പോലും മുന്നോട്ട് വച്ചില്ല. എന്നിട്ട് ഭഗവാന്റെ ഭാഗത്തേക്ക് പുറം തിരിഞ്ഞുകൊണ്ട് മിണ്ടാതെ നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ അഹങ്കാരിയായ രാധയോട് ഇപ്രകാരം പറഞ്ഞു: മറ്റുള്ള ഗോപികമാരും എന്നോടൊപ്പം ഇവിടെ കൂടാൻ ആഗ്രഹിക്കുകയാണ്. അതിനാൽ രാധേ, എന്റെ ചുമലിൽ കയറിക്കൊണ്ട് സുഖമായി സഞ്ചരിച്ചാലും. അത് കേട്ട രാധ ഭഗവാന്റെ തോളിൽ കയറാൻ ശ്രമിച്ചപ്പോഴേക്കും കൃഷ്ണൻ അപ്രത്യക്ഷനായി. അതോടെ രാധയുടെ അഹങ്കാരവും ഇല്ലാതായി. രാധ വിരഹവേദനയാൽ ഉറക്കെ കരഞ്ഞു. ആ സമയത്ത് കൃഷ്ണനെ അന്വേഷിച്ചു നടന്ന ഗോപികമാർ അവിടെ എത്തി. രാധയുടെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ടപ്പോൾ അവർക്ക് ദയയും ലജ്ജയും തോന്നി. അവർ രാധയെ കുളിപ്പിക്കുകയും കസ്തൂരി, ചന്ദനം, കുങ്കുമം എന്നിവയുടെ ജലം തളിച്ച് വീശിക്കൊടുക്കുകയും കുശലം ചോദിച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്തു. രാധ പറഞ്ഞ വൃത്താന്തങ്ങൾ കേട്ടപ്പോൾ അവർക്ക് ആശ്ചര്യം തോന്നി. ഇവിടെ 2-ാം ഖണ്ഡത്തിലെ 21-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.